അല്ല, പോകുമ്പോ നീയും നിന്റെ അച്ഛനും ഒരുമിച്ചൊരു കാറിൽ പോയി. തിരിച്ചു വന്നപ്പോ നിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വന്നു, നീ ബസ്സിലും വന്നു. നിന്റെ അച്ഛൻ ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടു. ആർക്കെങ്കിലും ആക്സിഡന്റ് ആയാ നീ എന്തിനാ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നേ? അമ്മ ആരോ ഏതോന്നൊക്കെ പറഞ്ഞല്ലോ, അവരായിരിക്കും നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അച്ഛൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ലോകത്തിലുള്ള എല്ലാ അച്ഛനമ്മമാർക്കും പെൺമക്കളെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ആൺമക്കളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനെ കൊണ്ടുപോയതിന് അച്ഛൻ വഴക്ക് പറയുന്നു. ഹലോ, അതൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ കൊണ്ടുപോയനെ. ഏത് നേരവും വഴക്കുണ്ടാക്കുന്ന ഈ അച്ഛനെ അമ്മ എങ്ങനെയാ കല്യാണം കഴിച്ചത്? എങ്ങനെ കല്യാണം കഴിച്ചു എന്ന് വെച്ചാ? എങ്ങനെ കഴിച്ചു എന്ന് ചോദിച്ചാ ലവ് ആണോ അറേഞ്ച്ഡ് ആണോ എന്ന്. ഓ എന്റെ മോനെ, ഞങ്ങളുടെ കാലത്ത് ഈ ലവ് മാരേജ് ഒന്നും ഇല്ല. ഹലോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അതിനൊന്നും പറ്റിയില്ലെന്ന് വെച്ച്. ശരിയാ, എനിക്ക് ലവ് ചെയ്യാൻ അറിയില്ലായിരുന്നു, ഞാൻ ചെയ്തില്ല. എന്തായാലും നിനക്കറിയാലോ, നീ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നേ? ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ലവ് ചെയ്യാൻ അറിയില്ലായിരിക്കും. പിന്നെ എന്തിനാ വിഷയം പെട്ടെന്ന് ഇങ്ങനെ മാറ്റുന്നേ? ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ. അമ്മ കാണിച്ചു തരുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. ഇത് അമ്മയാണ് സത്യം. നിന്റെ മൊബൈലിന്റെ കാര്യം എന്തായി? ഓ അമ്മേ, ഞാൻ ഇപ്പോ വരാം. ഹലോ ഹലോ ഹലോ, പറയൂ. ഇത് ഞാനെന്ന് വെച്ചാ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഓണർ പാലക്കാട് ടൗണിനടുത്ത് BM സ്കൂളില്ലേ, അതിന്റെ അടുത്ത് നിൽക്കുക. ഇവിടെ വരെ ഒന്ന് വരുമോ? ഹേ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഇന്നലെയാ, അത് ഇന്നല്ല. ഇയാളെന്താ ഞാൻ ഒരു ദിവസം വരാൻ വൈകി എന്ന് പറഞ്ഞ് എന്റെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങളുടെ ഫോൺ കൊടുത്ത് 1 കോടി രൂപ കിട്ടും. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ അഡ്വാൻസ് കിട്ടാനായിട്ട്. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പറ്റില്ല, ഇനി ഒരു ദിവസം ഫോൺ ചെയ്യൂ, അന്ന് ഞാൻ തരാം. ഒരു പാവം പെൺകുട്ടിയാണെന്നാ വിചാരിച്ചിരുന്നത്. എന്നെ വട്ട് കളിപ്പിക്കണോ? വട്ട് കളിപ്പിക്കാനോ? വട്ടനെ എന്ത് വട്ട് കളിപ്പിക്കാൻ? ഏയ്, നിന്റെ സംസാരം കേട്ടാൽ അറിയാലോ നീ ഒരു കള്ളിയാണെന്ന്. ഹലോ ഹലോ, അപ്പാ എത്തിയോ മോളെ? അപ്പാ, എന്താ ഇത്ര ലേറ്റ് ആയത്? സാവിത്രി, മോള് വന്നിട്ടുണ്ട്. എന്തു പറ്റി മോളെ? ബസ് ലേറ്റ് ആയതാ. എന്താ നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ നേരെ വീട്ടിലേക്ക് വരണോന്ന് അറിയില്ലേ? അമ്മ വന്നപ്പോഴേ തുടങ്ങിയോ വഴക്ക് പറയാൻ? ശരി ശരി, ഫ്രഷ് ആയിട്ട് വാ, ആഹാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ല, വാ വന്ന് കഴിക്കേ. അളിയാ, എടാ എന്റെ ആയോള ഇനി പുതിയൊന്ന് വാങ്ങിക്കണം. ഹലോ ഹലോ, ഇങ്ങനത്തെ ഫോൺ കോൾസ് എല്ലാം വരൂ ഇവന്. കേറിപ്പോയി അണ്ടർവെയർ ഇടുന്നതിനേക്കാളും ഇടാതിരിക്കുന്നതാ നല്ലത്. ഹലോ ആന്റി. എന്ത് ആന്റിയോ? ഏത് ആന്റിയോടോ? നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും വോയിസ് കേട്ടാ 2 മക്കളുടെ അമ്മയാണെന്ന് തോന്നും. നിന്റെ വോയിസ് കേട്ടാലോ 3 മക്കളുടെ അച്ഛന്റെ വോയിസ് പോലെ ഉണ്ട്. ഏയ്, ഒരുപാട് സംസാരിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അഡ്രസ് താ, ഞാനത് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് കോൾസ് വരാനുള്ളതാ. ആരോടുത്ത ഫോൺ ചെയ്തു? എടാ 500 രൂപ താ, അണ്ടർവെയർ വേറൊരുത്തം വിളിച്ച് വാള് വയ്ക്കും വരെ. ഇനി ഇതുപോലെ കോൾസ് വന്നാ സിം എടുത്ത് കളഞ്ഞ് നിന്റെ ഫോൺ. ഏയ്, എന്നെ കളിപ്പിക്കാൻ നോക്കണോ നീ? നീ ആരാ? എന്റെ മുറച്ചെറുക്കനാണോ? ഹലോ, എന്താ എന്റെ സംസാരം കേട്ട് പേടിയാവുന്നുണ്ടോ? പേടിച്ചിട്ടേ എന്റെ കയ്യും കാലൊക്കെ കിടുകിടാന്ന് വിറയ്ക്കുക. നാളെ തന്നെ ഞാൻ തിരിച്ചു പോവാ. എന്ത്? എന്റെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി അരയിൽ ഒരു ചരട് ജപിച്ച് കിട്ടണം. നീ എന്താ എന്നെ ആക്കുക? ഏയ്, നീ എന്താ എന്റെ മുറപ്പെണ്ണാണോ നിന്റെ അടുത്ത് കിന്നാരം പറയാനായിട്ട്? നിന്റെ വീട് എവിടെയാണെന്ന് പറ, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഹേ, അധികം റിസ്ക് ഒന്നും എടുക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാം തന്റെ മൊബൈലും. നീ എവിടെയാണെന്ന് പറ, ഞാൻ അവിടെ വന്ന് വാങ്ങിക്കോളാം. എന്താണാവോ, വലിയൊരു ഏജൻസി.
എന്താ ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കി പറ. നിനക്ക് എന്താണോ പറയാനുള്ളത് അത് എന്നോട് പറ. അവള് ഫോൺ ചെയ്യുമ്പോ ഞാൻ പറയാം. ദോ, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പേടിക്കണ്ട, എന്നോട് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യ, നിനക്ക് അത്രയ്ക്ക് ഡൗട്ട് ആണെങ്കിൽ എന്റെ മൊബൈൽ ഫോണ് നീ ഒരാഴ്ച നിന്റെ കയ്യിൽ വെച്ചേക്ക്. ആരെങ്കിലും ഒരു പെണ്ണ് അതിൽ വിളിച്ച എന്റെ ഫോണ് നീ എടുത്തു. പിന്നെ ഈ ഫോണിന്റെ കാര്യവും പറഞ്ഞ ഞാൻ നിന്നെ വിളിക്കില്ല. കൊള്ളാലോ, ഇക്കാലത്ത് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത പയ്യന്മാരൊക്കെ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നാളെയും വിളിക്കട്ടെ. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിച്ചോ. വിളിക്കുമ്പോ പൈസ ആകുന്നത് നിനക്ക്. പക്ഷെ ഒരു കാര്യം, എന്താ? ഇനി ഒരു പ്രാവശ്യം അണ്ടർവെയർ വേണം വിളിക്കരുതെന്ന് നിന്റെ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞേക്ക്. അത് ശരി, ഞാൻ പറയാം. ഓക്കെ. ഓക്കെ, ഞാൻ റെഡിയാ. റെഡിയോ? എന്തിന് ഓക്കെ ആണെന്ന്. ഓക്കെ എന്ന് പറഞ്ഞ? ഓക്കെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഷയില് ഉമ്മ എന്ന അർത്ഥം. കൊള്ളാലോ, നീ നന്നായി നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ആരുമില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി, ഞാൻ പറയാം. ബൈ. ആനന്ദകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ വാത്സ്യാനന്റെ കാമശാസ്ത്രമുണ്ട്. പരാജയപ്പെട്ടാൽ ഫുള്ളും കോട്ടറുമുണ്ട്. പിന്നെ പിരിഞ്ഞു പോയ കൂട്ടിനുണ്ട്. കീശയിൽ കാശ് മാത്രമില്ല. കാശുള്ളവർ വരൂ, വിളിക്കൂ. ആശയുള്ളവരെ വിളിക്കൂ. വെറും 1 രൂപ കോയിലിട്ട് വിളിക്കൂ. ഹലോ കോയിൻ ബോക്സ്, എന്തൊക്കെയുണ്ട്? എല്ലാം ഇവരുടെ കാരുണ്യം. ഞാൻ ദേ ഇവിടെ നിന്ന് കേറിയിട്ട് വരാം. നിനക്ക് ഇന്നലെ നീ എന്താ വരാത്ത? എന്റെ മൊബൈൽ കളഞ്ഞു വേളിയാ. വാ ഇടയ്ക്ക് എന്തിനാ കള്ളം പറയുന്നത്? ഇല്ലളിയാ, ഞാൻ കള്ളമല്ല പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ കളഞ്ഞു പോയതാ. വേണമെങ്കിൽ നീ വിളിച്ചു നോക്ക്. ഒരു മിനിറ്റേക്കടാ, ഇതാ വരുന്നു. ഹലോ, ഫോൺ ചെയ്യുന്നോ? നിന്റെ പെണ്ണിനെ ഉറപ്പായിട്ടും കിട്ടും. എന്റെ കല്യാണം കഴിഞ്ഞാടോ. അങ്ങനെ ഇടയ്ക്ക് കെട്ടിയോളെ കിട്ടില്ലേ? ഏയ്, എനിക്കിപ്പോ അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് വീട്ടിൽ തന്നെ ഉണ്ട്. ഏയ്, എപ്പോഴും പറയാമല്ലോ ഇതിന്ന് വിളിച്ച പെണ്ണ് ചെറുക്കനെ കിട്ടും, ചെറുക്കന് പെണ്ണിനെ കിട്ടും എന്നൊക്കെ. ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു ലൈൻ പോലും കിട്ടുന്നില്ല. ആഹാ, നീ എന്റെ കോയിൻ ബോക്സിനെ പറ. നിന്റെ 1 രൂപ കോയിൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാ, അതുകൊണ്ട്. നിങ്ങളുടെ മുഖം കണ്ട അങ്ങനെ തോന്നില്ലല്ലോ. ചോദിച്ചാൽ ഉത്തരം പറടാ. ഇതാ വള, മഞ്ഞൾ, കണ്ണാടി, കലശം എല്ലാം ഇട്ട് കല്യാണം കഴിക്കുന്നവർക്ക് പെൺമക്കളാണ് ഉണ്ടാവുന്നത്. ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ തമാശ കളിച്ച് നടക്കുന്നവർക്ക് ആൺമക്കൾ ഉണ്ടാവുന്നു. നമ്മൾ എന്തിന് ഇതൊക്കെ ആലോചിക്കുന്നു? നമുക്ക് പ്രധാനം സദ്യ. സദ്യ സദ്യ കഴിച്ചിട്ടാവാം അടുത്ത പരിപാടി. ഇതെന്താ തേച്ച് കുളിക്കാൻ ചകിരിയോ മറ്റോ ആണ്? പുറത്ത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പോയി തേച്ച് കുളിച്ചിട്ട് പോകും. ചേട്ടാ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ദൈവത്തിനാണ് അറിയില്ല. എന്റെ വീട്ടിൽ ഉരച്ചു കുളിക്കാനുള്ള ബ്രഷ് ഇതുപോലെ ഇരിക്കുന്നത്. ഇടിയപ്പം പോലെ കണ്ടാറിനിടാത്ത നീ എന്തിനാ ജീവിക്കണേ? ആഹാ, നിനക്ക് 2G അറിയോടാ? 3G എന്താണെന്ന് അറിയോടാ? ഒറ്റ അടി. ഒന്നും വേണ്ടല്ലേ?